വലിയ അപകടം എന്ന് പറയാനൊന്നുമില്ല. 3 ദിവസം റെസ്റ്റ് എടുക്കട്ടെ. ഈ ഗുളികൾ കൊടുക്കണം. കൊടുക്കേണ്ടത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ചിലപ്പോ പനി ഉണ്ടായിരിക്കും. സാരമില്ല, 3 ദിവസം കഴിഞ്ഞൊന്നുകൂടി വരും. ശരി, വരാം. വേദനയുണ്ടോ? സാരമില്ല, ഏതായാലും ക്രിസ്മസ് ഭംഗിയായി അല്ലേ? പറഞ്ഞാ കേക്കണ്ടേ? 100 തവണ പറഞ്ഞതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കാൻ? 3 ദിവസം റെസ്റ്റ്, അത് തന്നെ വലിയ കാര്യം. വാ വലിമിച്ച് നമുക്ക് പോവാം. പോട്ടെ. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെയൊക്കെ ആയെന്ന് വെച്ച് നാളത്തെ പ്രോഗ്രാമിന് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ഒരു പ്രോഗ്രാം വേണ്ട. ഒറ്റ എണ്ണത്തിന് ഞാൻ വീട്ടിൽ കയറ്റില്ല. അയ്യോ പ്ലീസ് വലിമിച്ചി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അടങ്ങി ഒതുങ്ങിയിരുന്നാ മതി. എല്ലാവരും വന്നോട്ടെ വലിമിച്ചി. ഇനി ഒരു ബർത്ത്ഡേ എനിക്ക് വല്യമ്മച്ചിയുമായി ഒന്നിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതും ഇതും പറയാതെ നടന്നാട്ടെ. എല്ലാം മതിയായി. ആരോട് വാശി തീർത്തതിന്റെ സന്തോഷമാ? എന്നോടോ? എനിക്കൊന്നും ആയില്ല ശ്രീ. ഒരു ഉറുമ്പ് കടിച്ചതുപോലെ ഉള്ളൂ. ഞാനിവിടെ അധിക കാലമൊന്നും ഉണ്ടാവില്ല. ഏത് നിമിഷവും തിരികെ പോവും. ഉള്ളിടത്തോളം കാലം എല്ലാവരും സന്തോഷമായിരിക്കണമെന്ന് കരുതി ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഞാൻ ചെയ്യുന്നത് എല്ലാവരും രസിക്കുന്നുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ആരെയും വേദനിപ്പിക്കാൻ ഞാൻ സത്യമായിട്ട് ആഗ്രഹിച്ചതല്ല. ശ്രീയുടെ കാര്യത്തില് ഞാൻ ശ്രീയെ വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ശ്രീ എനിക്ക് ഈ സമ്മാനം തന്നത്. എൻ്റെ കൊച്ചു കൊച്ചു തെറ്റുകൾക്കുള്ള വലിയ ശിക്ഷ, വലിയൊരു പിറന്നാൾ സമ്മാനം. സാരമില്ല, എനിക്ക് ശ്രീയോട് യാതൊരു പരാതിയുമില്ല. സത്യമായിട്ടും ഒരല്പം പോലും ദേഷ്യമില്ല. പക്ഷേ ഞാൻ ശ്രീയുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി. അതൊക്കെ മറക്കണം. എന്നോട് പൊറുക്കുകയും വേണം. അത് പറയാനാ വന്നത്. ഞാൻ തോറ്റു ശ്രീ. പ്ലീസ് എന്നെ വെറുക്കണ്ട. പോട്ടെ.